എവിടാ? ആ വടി കുത്തി നിർത്തിയേക്കുന്നത് കണ്ടിട്ടാണോ? വടി ഞാൻ കുത്തിയതാ. സാറൊന്ന് കുഴിച്ചു നോക്ക്. മാഷേ, അവൻ ഇനി വരില്ല. മാഷെ, ഞാൻ വിളിക്കാം. സൈമൺ, യു വർ റൈറ്റ്. മെഷർമെൻറ്റ്സ് എല്ലാം മാച്ചിങ് ആണ്. ബോഡി സന്തോഷിൻ്റെ തന്നെ ആകാനാണ് സാധ്യത. ഫോറൻസിക് അഡാപ്റ്റീവ് സാമ്പിൾസ് എടുത്തിട്ടുണ്ട്. പിന്നെ നാളെ സൈമൺ സ്റ്റേഷൻ വരെ എന്ന് വരേണ്ടി വരും. ഓക്കെ ഓക്കെ. ഹലോ ഹലോ മാഷെ, സൈമൺ, അവൻ എന്തു പറ്റി? അവൻ്റെ ബോഡി കിട്ടി. എങ്ങനെ? അറിയില്ല. മതി, നീ തിരിച്ചു വാ. നമുക്കിത് വേണ്ട. ഇല്ല മാഷെ, എനിക്കറിയണം ആരാണിത് ചെയ്തതെന്ന്. ട്രഷറിലേക്കുള്ള വഴിയിൽ അവനെ ഞാൻ കാണും. ആ, സൈമൺ വരൂ, ഇരിക്കൂ. സർ, ഇപ്പം ഇവിടുന്ന് ഇറങ്ങിപ്പോയവരാരാണ്? അതിവിടുത്തെ ലോക്കൽസ് ആണെന്നേ. ഈ ഹൈ റേഞ്ചിൽ ഏലകൃഷി എന്ന് പറഞ്ഞ് വിളവിറക്കുന്നത് ചിലപ്പം മറ്റവനായിരിക്കും. കഞ്ചാവേ യുവമാരുടെ അടുത്ത് നിന്നാവുമ്പോൾ കറക്റ്റ് ഇൻഫർമേഷൻ ഇങ്ങ് പോരും. ആ, പിന്നെ ഞാൻ ദിവാരൻ സാറുമായി സംസാരിച്ചിരുന്നു. സൈമണും സന്തോഷും സുഹൃത്തുക്കളായിരുന്നു അല്ലേ? മോർ ദാൻ എ ഫ്രണ്ട്. സന്തോഷ് മിസ്സായി 2 ദിവസം കഴിഞ്ഞാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. സോ ട്രാക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഡോഗ് സ്ക്വാഡ് വന്ന് അങ്ങോട്ടും കൊണ്ട് നടന്നു പോയതല്ലാതെ വേറെ ഒരു പ്രയോജനം ഉണ്ടായില്ല. സംഭവം നടന്നത് ഡിസംബറിലല്ലേ? നല്ല തണുപ്പായിരിക്കും സർ. പട്ടികൾക്ക് മണം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഈ ബോഡി കുഴിച്ചെടുത്ത സ്ഥലം സൈമൺ എങ്ങനെയാണ് മനസ്സിലായത്? ഞങ്ങൾ ആർക്കിയോളജിസ്റ്റുകൾക്ക് ഞങ്ങളുടേതായ ചില മെത്തേഡ്സ് ഉണ്ട്. ഇവിടെ എത്തിയത് മുതൽ ഞാൻ ഈ സ്ഥലത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. സന്തോഷ് മിസ്സായിരിക്കുന്നത് ഗസ്റ്റ് ഹൗസിൽ നിന്നാണ്. ഇഫ് ഇറ്റ്സ് എ മർഡർ, 2 പോസിബിലിറ്റീസ്. ഒന്ന്, ബോഡി കൊക്കയിൽ കളഞ്ഞിരിക്കാം, അല്ലെങ്കിൽ ബറിയൽ. ട്രേസ് ചെയ്യാൻ പറ്റാത്ത കൊക്കകൾ ഈ ചുറ്റാടുവലില്ല. സോ ഇറ്റ്സ് ബറിയൽ. ഒരു ബോഡി മണ്ണിനടിയിൽ കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ നോക്കി നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, അവിടെയുള്ള ചെടികളിൽ വരുന്ന മാറ്റം. വളക്കൂറ് കാരണം ചുറ്റുമുള്ളവയേക്കാൾ വളർച്ച കൂടുതലായിരിക്കും.
പിന്നെ അവിടെ ഫോം ചെയ്യുന്ന ആൽഗകൾ, ഉറുമ്പുകൾ പോലുള്ള ചെറിയ ജീവികളുടെ സാന്നിധ്യം. ബോഡി ദ്രവിച്ചു കഴിയുമ്പോൾ വോയിഡ് ആവുകയും മണ്ണ് താഴേക്ക് അമരുകയും ചെയ്യും. മണ്ണിന്റെ സെറ്റിൽമെന്റ് അറിയാതിരിക്കാനാണല്ലോ സാധാരണ ബോഡി മറവ് ചെയ്ത ശേഷം മണ്ണ് കൂനിയായി കൂട്ടിയിടുന്നത്. ഇവിടെ സന്തോഷിന്റെ കാര്യത്തിൽ കൃത്യം ചെയ്ത ആളുകൾ ഒരല്പം ധൃതിയിലായിരുന്നിരിക്കാം, അല്ലെങ്കിൽ അവർക്കത് അറിയില്ലായിരിക്കാം. സൈമൺ ആരെങ്കിലും സംശയമുണ്ടോ? അറിയില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്? മരണകാരണമായേക്കാവുന്ന മുറിവുകൾ ഒന്നും തന്നെ ബോഡിയിൽ ഉണ്ടായിട്ടില്ല. ഫോറിൻ പാർട്ടികൾ എന്തെങ്കിലും? യെസ്, സന്തോഷ് ധരിച്ചിരുന്ന ഷർട്ടിന്റെ ബട്ടൺസിൽ നിന്നും ഒരു മുടി കിട്ടിയിട്ടുണ്ട്. ഫോറൻസിക് ലാബ് റിപ്പോർട്ട് വരുമ്പോൾ ഞാൻ സൈമണെ അറിയിക്കാം.